ഹായ് ഡിയേഴ്സ്, ഈ ചെടി നിങ്ങൾക്കറിയില്ലേ? ഞങ്ങളിതിന് കൊടുത്താന്ന് പറയും. കൊടിത്തൂവ, ചൊറിയണം എന്നൊക്കെ പേരുണ്ട് അല്ലേ? നിങ്ങളെന്താ പേര് പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ഇന്ന് ഇത് വെച്ച് അടിപൊളി ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കൊടുത്തൊന്ന് പറിച്ചെടുക്കുമ്പോൾ കൈക്കൊരു കവർ ഇടണേ, ഇല്ലെങ്കിൽ ഇല മുട്ടിയാൽ ചൊറിയും. ഇല മുട്ടിയാൽ മാത്രമേ ചൊറിയുള്ളൂ, തണ്ട് തൊട്ടാലൊന്നും ചൊറിയില്ല. ഒരു കവറിട്ട് പറിച്ചെടുത്തതിന് ശേഷം ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കി വെച്ചാൽ മതി. പിന്നെ ചിലവർ നല്ല ഒഴുക്ക് വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ ഒലുമ്പി കഴുകിയാൽ മതി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം മുക്കി വെച്ച് അധികം ചൂട് പാടില്ലേ. എൻ്റെ ഈ വെള്ളത്തിന് കുറച്ച് ചൂട് അധികപ്പെടുന്നതുകൊണ്ട് പിന്നെ അതിന് ശേഷം വെള്ളത്തിൽ നിന്ന് അതെടുത്ത് വൃത്തിയാക്കി അതിൻ്റെ പൂവൊക്കെ കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. എല്ലാം നല്ല വൃത്തിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി, ചെറിയുള്ളി, തേങ്ങ ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ വെളുത്തുള്ളി വേണ്ടവർക്ക് അതും കൂടി ചതച്ച് ചേർക്കാം കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഉണക്കമുളക് ചേർത്തു. ചിലവർ അരി മൂപ്പി ചേർക്കാറുണ്ട്, അത് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചെറിയുള്ളിയും കാന്താരിയൊക്കെ ചേർത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊടുത്തിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ആദ്യമൊക്കെ അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും. പിന്നെ അത് നമ്മളിങ്ങനെ ഇളക്കി തോർത്തിയെടുത്താൽ മതി. ഒരുപാട് ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും ഒക്കെയുള്ള ഇലയാണ്. ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനൊക്കെ വളരെ നല്ലതാണെന്ന് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മഴക്കാലത്തല്ലേ ഇതുണ്ടാവുക, അന്നേരം നമുക്ക് ഫ്രഷ് ഇല കിട്ടുമല്ലോ. ആ സമയത്ത് ഇതുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു. തേങ്ങ വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം, ഞാൻ വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തേങ്ങയ്ക്കും കൂടി ആവി കയറാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പണ്ടുള്ള അമ്മമാരൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഇലകളാണ്. നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി എന്തൊക്കെ ഇലകളാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളതല്ലേ. ഇപ്പോൾ ആരും അതിനൊന്നും മെനക്കിടുന്നില്ലല്ലോ. അപ്പം എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചാൽ നല്ല അടിപൊളി ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുണ്ടാക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമാണോ? നല്ല മത്ത ഇല തോരൻ വെച്ചാൽ അതേ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല, നല്ല തരിതരിപ്പോടെ ഉണ്ടാവും. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ, ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.